ഉപവാസമരം നടത്താനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇവിടെ 1900 നമ്മുടെ പ്രളയകാലത്ത് ഉണ്ടായതിലും വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള കാരണം അശാസ്ത്രീയമായ ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടൽ മൂലമാണ് ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടായത്. അത് കൃത്യമായി നോക്കി പരിശോധിച്ച് വെള്ളം കൃത്യമായിട്ട് തുറന്നു വിട്ടിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു പ്രളയം നമ്മുടെ നാട്ടിലുണ്ടാവില്ലായിരുന്നു. അപ്പോൾ അത് ഇടതുപക്ഷ സർക്കാരിനുണ്ടായ ഏറ്റവും വലിയ വീഴ്ചയാണ്. തന്നെയുമല്ല, ഈ പ്രളയക്കെടുതിയിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കുണ്ടായ നാശനഷ്ടത്തിന് ഒരു പരിഹാരം പോലും, ഒരു നഷ്ടപരിഹാരം പോലും സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒരാൾ വെള്ളത്തിൽ പോയി മരിച്ചു, അവൻ്റെ കുടുംബത്തിനുള്ളൊരു ധനസഹായം പോലും സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതിനെതിരെയാണ് നമ്മൾ ഇന്ന് ഈ ഉപവാസമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ജൂൺ 30-31 തീയതികളിൽ പീച്ചി ഡാം തുറന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണലിപ്പുഴയുടെ തീരത്ത് താമസിക്കുന്ന നിരവധി കണക്കിന് ആളുകളുടെ വീടുകളിൽ വെള്ളം കയറുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രശ്നത്തിൽ ഇത് മനുഷ്യനിർമ്മിതിയായ പ്രളയമാണ് എന്ന് ആരോപിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വലിയ രൂപത്തിലുള്ള പ്രചരണത്തിന് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പീച്ചി ഡാമിൻ്റെ നമുക്കറിയാം 27-ാം തീയതി മുതൽ പീച്ചി ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങൾക്കകത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യം ഉണ്ടായി. അതിൻ്റെ ഭാഗമായി വെള്ളം പതുക്കെ തുറന്നുവിടേണ്ട ഒരു സാഹചര്യം വന്നു. ആ സാഹചര്യം വീണ്ടും മഴ നിൽക്കാതെ വന്നപ്പോഴാണ് 3 ഇഞ്ചിൽ നിന്ന് അവസാനം 72 ഇഞ്ചോളം ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് നിരവധി കണക്കിന് ആളുകൾക്ക് വീടുകളിൽ വെള്ളം കയറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ കാര്യത്തിനകത്ത് യാതൊരു തർക്കവുമില്ല. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ ഇരകളാണ്. പക്ഷേ ഈ പ്രശ്നത്തിൽ രാഷ്ട്രീയ പ്രേരിതമായി വീണ്ടും ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ഒല്ലൂരിൻ്റെ MLA കൂടിയായിട്ടുള്ള കെ രാജൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു പ്രഹസനമായൊരു സമരം പുത്തൂരിനകത്ത് നടക്കുന്നതായി നമ്മൾ കണ്ടു. ഇവിടെ കേരളത്തെ ആകെ, ഇന്ത്യയാകെ വിറങ്ങലിപ്പിച്ച വയനാട് ആ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മന്ത്രിമാരും കെ രാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ആയിരുന്നിട്ട് പോലും ഈ പ്രദേശത്തിനകത്ത് ഇത്തരത്തിലൊരു പ്രളയം ഉണ്ടായി എന്ന് അറിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് നിരവധിയായ പൗല്ലൂരിലെയും മരത്താക്കരയിലെയും പുത്തൂർ ഉൾപ്പെടെയുള്ള ക്യാമ്പുകൾ സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിക്കുകയും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ ധനസഹായം ലഭിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഈ ഗവൺമെൻറ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇത്തരത്തിൽ നടത്തുന്ന സമരങ്ങളെ ജനങ്ങൾ തിരിച്ചറിയണമെന്ന അഭ്യർത്ഥനയാണ് CPM-ന് വേണ്ടി പറയാനുള്ളത്.